ICC ചാമ്പ്യൻസ് ട്രോഫിയിലും അതിനു മുമ്പ് നടന്ന ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലും ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ KL രാഹുലായിരുന്നു. ചാമ്പ്യൻസ് ട്രോഫിയിൽ എല്ലാ മാച്ചുകളിലും വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്ത് റിസർവ് ബെഞ്ചിലായിരുന്നു. ഇനി ഫൈനൽ മാച്ച് മാത്രമാണ് ശേഷിക്കുന്നത്. മികച്ച ഫോമിലുള്ള രാഹുൽ തന്നെയായിരിക്കും ഫൈനലിലും കീപ്പിംഗ് ഗ്ലൗസ് അണിയുക എന്നാണ് സൂചന. ഋഷഭ് പന്തിനെ ഏകദിനത്തിൽ തഴയുകയാണെന്ന വിമർശനം പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ പന്തിനെ ഉൾപ്പെടുത്താതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് കോച്ച് ഗൗതം ഗംഭീർ പ്രതികരിച്ചിട്ടുണ്ട്. ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനലിന് ശേഷമുള്ള പത്രസമ്മേളനത്തിനിടെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. സെമിയിൽ ലോക ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ 4 വിക്കറ്റിന് തോൽപ്പിച്ചാണ് ടീം ഇന്ത്യ ഗ്രാൻഡ് ഫിനാലയിലേക്ക് കുതിച്ചിട്ടുള്ളത്. മാർച്ച് 9-ന് ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന കലാശ പോരാട്ടത്തിൽ ന്യൂസിലൻഡാണ് ഇന്ത്യയോട് ഏറ്റുമുട്ടാൻ പോകുന്നത്. വിരാട് കോഹ്ലിയുടെ 84 റൺസിനൊപ്പം രാഹുലിന്റെ 42 റൺസും ഇന്ത്യയുടെ വിജയത്തിൽ നിർണായകമായിരുന്നു. റൺ റേറ്റ് ഉയർത്താൻ 2 തവണ സിക്സർ പറത്തിയ രാഹുൽ 34 പന്തിൽ 42 റൺസ് എടുത്ത് വിജയം കാണുന്നതുവരെ ക്രീസിൽ നിന്നു. രാഹുലിന്റെ ബാറ്റിംഗിൽ ഗംഭീറും സന്തുഷ്ടനാണ്. പന്തിന് പകരം രാഹുലിനെ തെരഞ്ഞെടുത്തത് സംബന്ധിച്ച ചർച്ചകളെ ആദ്യമായി അഭിസംബോധന ചെയ്ത ഗംഭീർ പന്തിനെ പുറത്തിരുത്തിയത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിട്ടുണ്ട്. ഏകദിനത്തിൽ രാഹുലിന്റെ മികച്ച ബാറ്റിംഗ് റെക്കോർഡ് ചൂണ്ടിക്കാട്ടിയാണ് വിശദീകരണം. തെരഞ്ഞെടുപ്പിലെ പ്രധാന ഘടകം താരങ്ങളുടെ പ്രകടനം തന്നെയാണെന്ന് ഗൗതം ഗംഭീർ വ്യക്തമാക്കുകയാണ്. എന്തുകൊണ്ട് രാഹുൽ എന്നതിന്റെ ഉത്തരം ഏകദിന ക്രിക്കറ്റിൽ രാഹുലിന്റെ ശരാശരി 50 ആണ് എന്നതാണെന്ന് ഗംഭീർ പറയുന്നു. ബാറ്റിംഗ് ഓർഡറിലെ സ്ഥാനമല്ല, പ്രകടനമാണ് എപ്പോഴും പ്രധാനമെന്നും ടീമിന്റെ ആവശ്യാനുസരണം ഏത് സ്ഥാനത്തും കളിക്കാനുള്ള ഉത്തരവാദിത്തം രാഹുൽ സന്തോഷത്തോടെ നിറവേറ്റുന്നുണ്ടെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. 6ാം സ്ഥാനത്തും രാഹുൽ വളരെ നന്നായി കളിച്ചുവെന്നും രാഹുലിനെ ഈ സ്ഥാനത്തേക്ക് താഴ്ത്തിയതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നുവെന്നും ഗംഭീർ ചൂണ്ടിക്കാട്ടുകയാണ്. രാഹുൽ 9 വർഷത്തെ കരിയറിൽ 78 ഇന്നിംഗ്സുകളിൽ 3000 റൺസ് നേടിയിട്ടുണ്ട്. സഞ്ജു സാംസൺ സ്ഥിര സാന്നിധ്യമായതോടെ രാഹുലിന്റെ T20 സ്ഥാനത്തിന് അടുത്തിടെ വലിയ ഭീഷണി ഉയർന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഏകദിനങ്ങളിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ഏതാണ്ട് ഉറപ്പാണ്. ഓപ്പൺ ചെയ്യാനോ മധ്യനിരയിൽ ബാറ്റ് ചെയ്യാനോ ഉള്ള രാഹുലിന്റെ വഴക്കമാണ് ഇതിൽ ഏറ്റവും അനുകൂലമായ ഘടകം. 2023 ലോകകപ്പിൽ 5ാം നമ്പറിൽ രാഹുൽ നന്നായി തിളങ്ങിയിരുന്നു. ആ സ്ഥാനത്ത് MS ധോണിയേക്കാൾ ശരാശരിയുണ്ട് രാഹുലിന്. എന്തായാലും ചാമ്പ്യൻസ് ട്രോഫിയിൽ എല്ലാ മത്സരങ്ങളും ജയിച്ച് ഇന്ത്യ ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. എല്ലാ വിജയങ്ങളും ആധികാരികം തന്നെയായിരുന്നു. ദുബായിൽ നടക്കുന്ന മത്സരങ്ങളിൽ ഹോം അഡ്വാൻറ്റേജ് ആനുകൂല്യം ലഭിച്ചതാണ് ഇന്ത്യയുടെ മുന്നേറ്റത്തിന് കാരണമെന്ന വിമർശനങ്ങളും ഉയർന്നിരുന്നു. ടൂർണമെന്റിൽ ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും ദുബായിലാണ് നടക്കുന്നത്. ഇത് പിച്ചിനനുസരിച്ച് ടീമിനെ തിരഞ്ഞെടുക്കാൻ ഇന്ത്യയെ സഹായിച്ചുവെന്നും ഒരേ ഗ്രൗണ്ടിൽ എല്ലാ മാച്ചുകളും കളിക്കുക, പിച്ചിൽ നല്ല പരിചയം നേടുക, ടൂർണമെന്റിനിടെ യാത്രകൾ ഒഴിവാക്കുക, ഒരേ ഹോട്ടലിൽ താമസം തുടങ്ങിയ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ഇടയാക്കി എന്നുമായിരുന്നു വിമർശനം. ഇതിനെതിരെയും പ്രതികരണവുമായി ഗൗതം ഗംഭീറും ഇന്ത്യൻ ആരാധകരും മുൻ താരങ്ങളും ഒക്കെ എത്തിയിരുന്നു. ഇനി ഞായറാഴ്ച കാണാനിരിക്കുന്ന ഫൈനലിലേക്കാണ് ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്നത്.